പെൺകുട്ടികളെ ആണെങ്കിൽ സെന്യോറിറ്റ, സെന്യോറിറ്റ. പ്രായമുള്ള സ്ത്രീകളെ ആണെങ്കിൽ സെന്യോറ. സെന്യോറ. അതൊക്കെ ഞാൻ ക്രമേണ പഠിപ്പിച്ചു തരാം. അത് വിട്. സെന്യോറിനെ ഭാര്യ ഉപേക്ഷിച്ചു പോകുന്നതിനെ ബേസ് ചെയ്ത് ഞാൻ എഴുതിയ നോവലാണ് കറുത്ത മനസ്സുള്ള വെള്ളക്കാരി. ഓ, ഈ മേനോൻ സാറും സെന്യോറും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ നോവലാണ് ചെസ് കളിക്കണ ചങ്ങാതി. അത് മേനോൻ സാർ വായിച്ചിട്ട് ഒരു കാര്യമില്ലാതെ എന്റെ കാരണം കുട്ടി അടിച്ചു. അയ്യോ അതെന്ത് പറ്റി? സാഹിത്യബോധം വേണ്ടേ? നോവലിന്റെ ക്ലൈമാക്സ് സെന്യോറിന് മേനോൻ സാറ് വിഷം കൊടുത്ത് കൊല്ലുന്നതാണ്. സ്പാനിഷ് ഗവൺമെന്റ് മേനോൻ സാറിനെ തൂക്കിക്കൊല്ലുന്നു. നാവ് പുറത്തേക്ക് ചാടുന്നു. ദാ ഇങ്ങനെ. അവിടെയാണ് നോവല് തീരുന്നത്. അതൊക്കെ ഒരു സ്പിരിറ്റ് ആയിട്ട് എടുക്കണ്ടേ? പുള്ളിക്കാരൻ അത് വായിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചെന്നേ. മേലിൽ നോവൽ എഴുതിയാൽ എന്റെ കൈ തല്ലി ഓടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരാൾക്കും ഞാൻ എന്റെ നോവൽ വായിക്കാൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ എല്ലാവരും മേനോൻ സാറിനെ പോലെ ആവണമെന്നില്ല. പപ്പേന്റെ നോവല് ഞാൻ വായിച്ചോളാം. വേണ്ടടാ, ആരും വായിക്കണ്ട. എഴുത്തുകാരനും വായനക്കാരനും ഒരാളാകുന്നതിന്റെ ശരീരസുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഒരു കാര്യം ചെയ്യും, അടുത്ത ദോശ ഉണ്ടാക്കി കമ്മിയിലേക്ക് കൊടുക്കാന്ന് ചെല്ലേ. സ്പാനിഷ് മസാല റെഡി. ¿Qué hace esta comida aquí? ¿Eh? La comida se sirve en el comedor, no en mi habitación. ആണോ? Y solo cuando yo lo pido. ഇതൊക്കെ മലയാളത്തിൽ പറഞ്ഞൂടെ? ¿Qué estás Algo. mirando? ഓ, ലേറ്റ് ആയതിന് വഴക്കുറിയാണോ? നാളെ നോ ലേറ്റ് ടുഡേ പപ്പേട്ടൻ കഥ പറഞ്ഞ് ലേറ്റ് ആക്കിയതാ. ഓ, പ്രായമുള്ള സ്ത്രീകൾ എന്താ വിളിക്കുന്നത്? സവാള വടയാ, സറങ്കോള, ഈറ്റ സറങ്കോളെ. Va, recógelo. Fuera de mi habitación. എന്തോ? Fuera de mi habitación. Vete. പെറ്റാ? Vete. ആര് പെറ്റ്? Vete de aquí. Fuera. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. Idiota. ഇടിയോത്തെ? നീ ഇടിയപ്പം പൊറോട്ടോടി ചേർന്നാണോ ഇടിയോത്ത? ആർക്കറിയാ? അതെ, ആ ചന്ദ്രനിലേക്ക് പോകാനിരിക്കാൻ തള്ളക്കിയത് വേണ്ടാന്ന്. ഓഹ് എടാ, അത് സെന്യോന്റെ സഹോദരിയുടെ മുറിയാ. മരിയാടെ ആൽവ. അയ്യോ, ഒട്ടും മര്യാദ ഇല്ലാത്ത സ്ത്രീയാട്ടത്. മിണ്ടരുത്. നമ്മുടെ ആ പയ്യൻ സായിപ്പില്ലേ, ഫെർണാദോ, അവന്റെ അമ്മയാ. ഓ, അവർക്ക് ബെഡ്റൂമിൽ ഫുഡ് കയറ്റുന്നത് ഭയങ്കര അലർജിയാ. എന്നാൽ കമീലക്ക് നേരെ മറിച്ച എല്ലാം ബെഡ്റൂമിലെ ഡൈനിങ് ടേബിളിൽ കിട്ടണം. കാമിലാരിയുടെ റൂമേ? കാമിലാരിയോ? കമീല. ഇത് നേരെ താഴെ ചെന്നാൽ ആദ്യം കാണുന്ന മുറിയാണ് കമീലയുടെ മുറി. എല്ലാരും പേര് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇടഞ്ഞാൽ തന്നെ ചന്തമറിയുടെ സ്വഭാവം. ഒരു ദിവസം ഒരു ബുൾസയുടെ മഞ്ഞക്കരു പൊട്ടിന്നും പറഞ്ഞ് എന്നെ ഫോർക്കൊണ്ട് കുത്തിയതന്ന്. ഭ്രാന്താ? എപ്പോഴും ഇല്ല, നീ ഒന്ന് ചെന്ന് നോക്ക്. ഇതൊന്നും പിടിച്ചേ. ഇതെന്തിന്? അല്ല, ഈ പാവടെ കൊടുത്ത് എന്നിട്ട് തുടക്കത്തിൽ കാണുമ്പോ തന്നെ ഒരു ഇംപ്രഷൻ നമ്മൾ കളയണ്ടല്ലോ. അതെ, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടുത്തെ ഭാഷയിൽ എന്താ പറയാ? എൽദേ സയോനോ ഇസ്തലിസ്തോ. എൽദോ സൈനോര? എൽദേ സൈനോര ഒന്നും അല്ല. എൽദേ സൈനോ ഇസ്തലിസ്തോ. എൽദേ സയൂനോ ഇസ്തലിസ്തോ. ആ, എൽദേ സയൂനോ ഇസ്തലിസ്തോ. എൽദേ സയൂനോ ഇസ്തലിസ്തോ. എൽദേ സയൂനോ ഇസ്തലിസ്തോ. എൽദേ സയൂനോ. തിരിച്ചു വന്നാലായി. El desayuno está listo. El desayuno está listo. ആരത്? എന്തായാലും കമീലയ്ക്ക് മലയാളികളോട് പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നണം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. എന്നോട് ഒരു ഇംപ്രഷൻ ഉണ്ടായിക്കോട്ടെ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ? ഓഹോ, ഇത് ഇവിടെ ഇരുന്നാൽ ഇവിടെ ഇരിക്കും, അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കും. എവിടെ ഇരുന്നാലും എനിക്കെന്താ? എവിടെയെങ്കിലും ഇരുന്നോട്ടെ. മേഘങ്ങളിൽ ഞാൻ കണ്ട മാലാക്ക വെള്ളത്തിൽ. മാലാക മേഘങ്ങളിൽ മറഞ്ഞ. ¿Qué es eso? Who put this here? എൽദോ സൈനോറ എൻസൈക്ലോപീഡിയ. What? എല്ലാം കഴിഞ്ഞു. നോ ഷെഫ് ചാർലി സ്പാനിഷ് മസാല റെഡി. I'm asking you, who put this here? എന്റെ കർത്താവേ, ഇംപ്രഷൻ ഉണ്ടാക്കാൻ പോയിട്ട് ഞാനിപ്പോ കംപ്രഷനിലായല്ലോ. ഇതിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാനാ? കണ്ണില്ലാത്ത കുട്ടിയെന്ന് ഞാൻ അറിയണ്ടേ?
ദൈവം എന്തിനാ ഈ സുന്ദരിക്കുട്ടിയോട് ഇത്ര ക്രൂരത കാണിച്ചത്? I don't think sympathy enico venda, help venda. I'm not blind. I can do everything by myself. കർത്താവേ, ഇതിന് മലയാളം Where's my towel? ടവല് ഞാനിവിടെ ഭദ്രമായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. No toques ni muevas mis cosas. Don't touch my things. Fuera de aquí. Fuera de aquí. ഫെരാരിയുടെ കീ ആണോ ചോദിക്കുന്നത്? I said get out. അതാണോ? ഞാനും വിചാരിച്ചു കണ്ണ് കാണാണ്ട് ഫെരാരി കാർ എങ്ങോട്ട് ഓടിച്ചു പോവാനാണ്. ഏതായാലും തുടക്കത്തിൽ തന്നെ നീ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തു. ഇവിടുത്തെ കഥകളൊന്നും നിനക്കറിയില്ല. കുട്ടിക്കാലം മുതലേ കമിലെ വളർത്തിയതും മലയാളം പഠിപ്പിച്ചതുമൊക്കെ ആയമ്മയായിരുന്നു. എൻ്റെ തത്തമ്മയെ കറുത്ത പൂച്ച എന്ന നോവലിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആയമ്മയ്ക്കൊരു മോനുണ്ട്, രാഹുൽ. സത്യം പറഞ്ഞാൽ അവനെ ആയമ്മ വളർത്തിയിട്ടേ ഇല്ല. അവനെ നാട്ടിലെ ബോർഡിങ്ങിലാക്കിയിട്ടാണ് കമീലയെ നോക്കാൻ ആയമ്മ ഇങ്ങോട്ട് വന്നത്. രാഹുൽ വലുതായപ്പോൾ സെനിയോർ മോഹനെ ജോലി ശരിപ്പെടുത്തി ആയമ്മ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ആ സമയത്ത് കമീലയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ആയമ്മ പറഞ്ഞ കഥകളിലെ രാഹുലിനെ നേരിട്ട് കണ്ടപ്പോൾ അവരടുത്ത സുഹൃത്തുക്കളായി മാറി. ആ സൗഹൃദം പിന്നെ പ്രണയമായി വളർന്നു. കമീല, നീ എവിടെയാണ്? നിനക്കായി ഞാനിതാ ഒരു പ്രണയ സൗധം പണിത് ഉയർത്തിയിരിക്കുന്നു. നിന്റെ വിരഹത്താലിതാ മേപ്പിൾ മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നു, പൈൻ കാടുകൾ തേങ്ങുന്നു. കമീല, നീ എവിടെയാണ്? നക്ഷത്രക്കൂട്ടത്തിൽ നീ ഒളിച്ചിരുന്നാൽ നിന്റെ കണ്ണുകളെ എനിക്ക് തിരിച്ചറിയാനാവില്ല. നിലാവിൽ പാതിമുഖം നീ മറച്ചാൽ നിന്റെ പുഞ്ചിരി എനിക്ക് തിരിച്ചറിയാനാവില്ല. കമീല, നീ എവിടെയാണ്? Ay, cariño. Qué lindo es. Camila, ¿y എവിടെയാണ്? Quiero ser siempre tu കമീല, നീ എവിടെയാണ്?